പ്രിയമുള്ളവരെ, വചനജ്വാല 997 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 24 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് മാതാവിന്റെ വണക്കമാസം 24 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെയും രക്തസാക്ഷികളായ വിശുദ്ധ ഡൊണേഷ്യസിന്റെയും റൊഗോഷ്യസിന്റെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് മാതാവിന്റെ ലുത്തിനിയായി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ചേർത്തത്. ഇന്ന് അനുസ്മരിക്കുന്ന രക്തസാക്ഷികളായ ഡൊണേഷ്യസിന്റെയും റഗോഷ്യസിനെയും അവർ രക്തത്താലുള്ള സ്നാനസ്ഥാനം സ്വീകരിച്ച ഒരു വിശുദ്ധനാണ് റൊഗേഷ്യൻ. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ഡൊണേഷ്യൻ. ബ്രിട്ടനിലെ നാന്തസിലാണ് ജനനം. ഡൊണേഷ്യൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് മാതൃകാപരമായി ജീവിക്കുന്നത് കണ്ട് റൊഗേഷ്യൻ സ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവിടുത്തെ മെത്രാൻ പീഡന ഭയത്താൽ ഒളിവിലായതുകൊണ്ട് നടന്നില്ല. അക്കാലത്ത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വമാണ്. ഡൊണേഷ്യൻ റഗോഷ്യസിനെ ക്രിസ്ത്യാനിയാക്കി എന്ന കുറ്റത്താൽ ഗവർണർ ഇരുവരെയും ജയിലിൽ അടയ്ക്കുകയും ശൃംഖല കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു. ദേവന്മാരെ പൂജിച്ചാൽ സ്വാതന്ത്ര്യവും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്തു. തനിക്ക് ജ്ഞാനസ്നാനം ലഭിക്കാത്തതുള്ള ഖേദത്താൽ സഹോദരന്റെ ചുംബനത്താൽ തൃപ്തിയടഞ്ഞ് ഇരുവരും തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ ന്യായാധിപൻ അവരെ വിളിച്ചു. തങ്ങൾ ക്രിസ്തുവിനെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതോടെ പീഡനയന്ത്രത്തിൽ കിടത്തി ശരീരം വലിച്ചു നീട്ടി കരങ്ങൾ ഛേദിച്ച് അവരെ കൊന്നുകളയുകയാണ് ഉണ്ടായത്. ധീര രക്തസാക്ഷികളായ വിശുദ്ധ ഡൊണേഷ്യസിന്റെയും റൊഗേഷ്യസിന്റെയും ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. റഫായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവന്റെ കൂലി കൊടുക്കുക, പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എന്റെ ഭാര്യയെ സുഖപ്പെടുത്തി, എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവനത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക. ദൂതൻ 2 പേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മകളെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടത്തെ പുകഴ്ത്തുകയും
അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തം വലുത്. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ ഡൊണേഷ്യസിനെയും റഗോഷ്യസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇരുവരുടെയും മധ്യസ്ഥം യാചിച്ച് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാം.